ഒരു വീട്ടിലൊരു വലിയ അപ്പച്ചൻ, പ്രായമായി. ആ മനുഷ്യൻ വലിയ പ്രതാപിയായിരുന്നു. പക്ഷെ പല്ലു കൊഴിഞ്ഞ സിംഹത്തിന് എന്ത് വില? അടുക്കളയുടെ അപ്പുറത്ത് ഒരു ഒറ്റമുറിയുണ്ട്. അതിനകത്ത് ഈ അപ്പച്ചനെ അടച്ചിട്ടിരിക്കുക. അത് തുറക്കുന്ന ദിവസത്തിൽ 2 നേരമാണ്. രാവിലെ എല്ലാവരും കഴിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു പ്ലേറ്റിലിട്ട് ഈ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളും. അമ്മയുടെ കൂടെ നടന്ന് കാണുക കൊച്ച്. വൈകുന്നേരം ആകുമ്പോൾ ഈ എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി എല്ലാം കൂടി ഇതിനകത്തിട്ട് വാതിൽ തുറന്ന് ഈ പ്ലേറ്റ് അകത്തേക്ക് തള്ളുമ്പോൾ മറ്റേ പ്ലേറ്റും എടുക്കും. ചിലപ്പോൾ അത് കഴുകാറൊന്നുമില്ല, അല്ലെങ്കിൽ വെള്ളം ഒന്ന് കാണിച്ച് ചുറ്റിച്ച് അവിടെ വയ്ക്കും. ഇതിനകത്ത് ആരാമേ? അത് നിൻ്റെ അപ്പൻ്റെ അപ്പനാ. ആ കാർന്നോരെ ഭയങ്കര പ്രതാപിയായിരുന്നു, ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു. ഞങ്ങളെയൊക്കെ അടക്കി ഭരിച്ചതാണ്. അവിടെ കിടക്കട്ടെ. ദൈവമക്കളെ, കാലങ്ങളോളം ഇത് കഴിഞ്ഞു. ഒരു ദിവസം വാതിൽ തുറന്ന് നോക്കുമ്പോൾ തലേദിവസം വൈകിട്ട് വെച്ച ആഹാരം അനങ്ങാതിരിക്കുക, ഉറുമ്പ് കയറിയിട്ടുണ്ട്. ഇവിടെ തള്ളി തുറന്ന് നോക്കുമ്പോൾ കൊച്ചൊപ്പമുണ്ട്, മരിച്ചു കിടക്കുകയാണ്. ഉടനെ ഭർത്താവിനെ വിളിച്ച് വരുത്തി. അവരപ്പനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു, സ്വീകരണ മുറിയിലേക്ക് കയറ്റി കിടത്തി. അവർ നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചു. നാട്ടുകാരെല്ലാവരും വന്നു. വലിയ തറവാടികളും പാരമ്പര്യമുള്ളവരായതുകൊണ്ട് പള്ളിയിലച്ചന്മാരും മെത്രാച്ചന്മാരും ഒക്കെ വന്നു. ആർഭാടപൂർണ്ണമായി അടക്കം നടന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഈ 7 വയസ്സുള്ള കൊച്ച് ഓടിപ്പോയി ഈ 2 പ്ലേറ്റും എടുത്തുകൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചു. ഇത് കണ്ടു നിന്നൊരാൾ ചോദിച്ചു, എന്തിനാണ് ഈ പാത്രം എടുത്തുകൊണ്ട് ഒളിച്ചു വെക്കുന്നത്?